ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വയസ്സായ ഒട്ടനവധി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ വയസ്സായതായിരിക്കും. നമ്മളിൽ പല ആളുകളും വാർദ്ധക്യത്തിലേക്ക് ചൂട് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടമാണ് വാർദ്ധക്യം, അല്ലേ? നിങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നതല്ല. കാരണം വാർദ്ധക്യത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറ്റുള്ളവർ അനുഭവിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നല്ലൊരു കാലമല്ല എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, ആ യാഥാർത്ഥ്യത്തെ നമുക്കെല്ലാവർക്കും അഭിമുഖീകരിച്ചേ മതിയാവും. നമുക്കിനി വാർദ്ധക്യത്തിലായിരിക്കുന്ന ചില വ്യക്തികളുടെ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാലോ? ഒരുപക്ഷെ ഭാര്യ ഭർത്താവും രണ്ടുപേരും ജീവനോടെ ഉണ്ടെങ്കിൽ അവർക്ക് അത്ര വിരസമായിരിക്കില്ല. ഒരുപക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് ഇരുന്ന് സമയം തള്ളി നീക്കാൻ കഴിയും. വാർദ്ധക്യമായി കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഉള്ളതെന്ന് TV കാണുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. ആകപ്പാടെ വലിയ വിരസതയായിരിക്കും. ഒരു കാര്യങ്ങൾ തന്നെ അതിൽ നേരം ശ്രദ്ധ ചെയ്തിരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പല ആളുകളും മെനക്കെടുകയാണ്. പിന്നെ എന്തായിരിക്കും അവർക്ക് സമയം പോകുമ്പോഴേ? ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാം, കൂട്ടുകാരൊത്ത സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകാം, ഇതെല്ലാം പല കാര്യങ്ങൾ ചെയ്യാം. വാർദ്ധക്യത്തിലുള്ളവരെ സംബന്ധിച്ച് ഒരേ ഇരിപ്പാണ് വീട്ടിൽ. വേറൊന്നും ഒരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ അവരെ സാധിക്കുന്നില്ല, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരെ ആശ്രയിച്ച് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് അവരിൽ തന്നെ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരാനിടയാക്കി, അല്ലേ? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, അവരുടെ സഹായം എപ്പോഴും തേടേണ്ടി വരുന്നു എന്നുള്ളൊരു സംഗതി അവരെ മാനസികമായിട്ട് ബാധിക്കും. ശരിയല്ലേ? ചിന്തിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങൾക്ക് ചലനശേഷി ഇല്ല എങ്കിൽ, നിങ്ങൾ യൗവനത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിഷമിക്കും, അല്ലേ? അവരെ എത്ര നാളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ചിന്തയായി നിങ്ങൾക്കുണ്ടായിരുന്നു. വാർദ്ധക്യത്തിലാണെങ്കിലും ഇതേ സംഭവം തന്നെയാണ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇണയിൽ ഒരാൾ മാത്രം ഉള്ളുവെങ്കിലോ അതിൻ്റെ കാഠിന്യം അതിലും കൂടുതലായിരിക്കും, അല്ലേ? അധികം ആളുകളൊന്നും അവരോട് പ്രായമുള്ളവരോട് സംസാരിക്കാൻ തക്കുന്ന അധികം മെനക്കെടാറില്ല. ഉണ്ടോ? ഇല്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിച്ചാൽ എന്നാ അപ്പച്ച അമ്മച്ചി എന്നൊക്കെ ചോദിച്ചാൽ 2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാത്രം പെട്ടെന്ന് തന്നെ അവിടുന്ന് പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യമുള്ളത്. പക്ഷെ അവരോട് നമ്മൾ പരിഗണന കൂടുതൽ കാണിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പല ആളുകളും തിരക്കുള്ളവരാണ്, എങ്കിലും സമയം ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ നേരിട്ട് പറയുന്നുണ്ടായിരിക്കില്ല, അല്ലേ? അപ്പോൾ ഏതായാലും വല്ലാത്തൊരു കാലഘട്ടമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെല്ലാം അഭിമുഖീകരിക്കാനിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വികാരങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കുറേ കൂടെ പരിഗണനയോടെ അവരുടെ ഇടപെടാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തെങ്കിലും ഫുഡ് പോണക്കുള്ള സംഭവങ്ങൾ മേടിച്ചു കൊടുക്കുക എന്നതിനേക്കാൾ കവിഞ്ഞ് അവരാഗ്രഹിക്കുന്ന അവരുടെ സമയം സ്പെൻഡ് ചെയ്യാൻ തക്കണം ഇരിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയും. ഒരുപക്ഷെ അവരുടെ പൂർവ്വകാലങ്ങളിലുള്ള എന്തെങ്കിലും നല്ല ഒരു തമാശയോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിലേക്കൊന്നും അവരെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും കഴിയും. അപ്പോൾ കൊണ്ട് വാർദ്ധക്യത്തിലുള്ള ആളുകളെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ചൊന്ന് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഷെയർ ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ശകലങ്ങൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.